എല്ലാവർക്കും KM ടിവിയുടെ വെസ്റ്റേൺ വയലിൻ ലെസൺ 28ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ CH ഹോൺമാൻ്റെ ബുക്കിലെ 25, 26 എന്നീ 2 എക്സസൈസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ലെസൺ ഒന്ന് കാണുക. ഇതാണ് 25th എക്സസൈസ്. നിങ്ങൾ കണ്ടു കാണുന്ന 25th. 26 എന്ന് പറയുന്ന എക്സസൈസ് ഇതാണ്. അപ്പം ആസ് യൂഷ്വൽ ഇതിനകത്ത് സിമ്പിൾസ് ഒക്കെ ഞാൻ കുറെ പറഞ്ഞു തന്നിട്ടുണ്ട്. WV എന്ന് പറഞ്ഞാൽ ഹോൾ ബോ, UB എന്ന് പറയുന്നത് അപ്പർ ബോ, WB എന്ന് പറഞ്ഞാൽ ഹോൾ ബോ തന്നെയാണ്. ഇത് കൂടാതെ LB എന്ന് പറഞ്ഞാൽ ലോവർ ബോ, അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഇതിനകത്ത് 2 വേർഡ് കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് 25 നിങ്ങൾ കണ്ടു കാണുന്ന അഡാൻഡെ എന്നെഴുതിയിട്ടുണ്ട്. അഡാൻഡെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്ന് മീഡിയം സ്പീഡ് എന്നുള്ളതാണ്. അത് ഈ അഡാൻഡെ എന്ന് പറയുന്നത് ഇറ്റാലിയൻ വേർഡാണ്. അതുപോലെ തന്നെ 26-നകത്ത് അലിഗ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതും ഇറ്റാലിയൻ വേർഡ് തന്നെയാണ്. അതിനർത്ഥം ക്യുക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടോ? അപ്പം എക്സസൈസ് നിങ്ങൾ കണ്ടു കാണും. 25, 26. അപ്പം ഇനി നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ 25-ലെ എക്സസൈസിന്റെ ഹെഡിങ് എന്ന് പറയുന്ന സോങ് ഓഫ് ദ E സ്ട്രിങ് എന്ന്. അപ്പൊ അതെങ്ങനെയാ വായിക്കുന്നത് നോക്കാം. 4/4 ആണ് ടൈമിങ്. കോമൺ ടൈം എന്നാണ് ഈ C എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ആ G ക്ലഫിന് ശേഷം C എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ C എന്ന് പറയരുത്, 4/4, അതായത് കോമൺ ടൈമിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നമുക്കത് നോക്കാം എങ്ങനെയാ വായിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൈനിന് ശേഷം പിന്നെ വായിക്കേണ്ടത് 3rd ലൈനാണ്. ഞാനത് പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ആൻഡ് 3rd വേണം ആദ്യം വായിക്കാൻ. അത് കഴിഞ്ഞിട്ട് 2nd ആൻഡ് 4th വേണം വായിക്കാൻ. ഇത് രണ്ടും ഒരേ സമയത്ത് വായിക്കേണ്ടതാണ്. 2 വയലിനിസ്റ്റ്. ഒരാൾ 1 ആൻഡ് 3rd ലൈൻ വായിക്കുമ്പോൾ അടുത്ത ആള് 2nd ആൻഡ് 4th ലൈൻ വായിക്കണം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ 3rd ലൈനിലേക്ക് പോകാം. അപ്പൊ ഇനി നമുക്കതൊന്ന് ഫുള്ളായിട്ട് കേൾക്കാം. ഫസ്റ്റ് ആൻഡ് 3rd ലൈൻ. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 2nd ആൻഡ് 4th ലൈനാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം.
ഇതാണ് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ലൈൻ. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അടുത്തത് എക്സസൈസ് 26. ഇതിൻ്റെ ആദ്യത്തെ 4 ബീറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ അത് തള്ളി വേണം നമ്മൾ വായിക്കാൻ. അതായത് 1 2 3 4. അതിൻ്റെ അടുത്ത ലൈൻ തേർഡ് ആൻഡ് ഫോർത്ത്. ഇത്രയേ ഉള്ളൂ ഈ എക്സസൈസ്. ആ ബുക്കിൻ്റെ താഴെ തന്നെ ഞാൻ ഈ പറഞ്ഞ വേർഡുകൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ താഴെയുണ്ട്. അഡാൻ്റെ ഇന്നെ മോഡറേറ്റർലി സ്ലോ ടൈം, അതുപോലെ തന്നെ ലൈവ്ലി ടൈം, ഇത് രണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. 4ാമത്തെ ലൈനിൽ നിന്നും ഒരു ചെറിയ ബ്ലാക്ക് എന്തോന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് 4 ബീറ്റ് റെസ്റ്റ് എന്നും, 3ാമത്തെ ലൈനിൽ നിന്നും അതേ കറുത്ത ഒരു ലോങ് ആയിട്ടുള്ള ഒരു കറുപ്പ് മേപ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം 2 ബീറ്റ് റെസ്റ്റ് എന്നുമാണ്. ഈ ബീറ്റിൻ്റെ എണ്ണം എടുക്കുന്നത് നമ്മൾ വായിക്കുന്ന ടൈമിങ്ങിനെ ആസ്പദമാക്കിയിരിക്കും. അതുകൂടെ ശ്രദ്ധിക്കണം. അല്ലാതെ എല്ലാം 2 ബീറ്റ് 4 ബീറ്റ് അങ്ങനെ വരത്തില്ല. നമ്മൾ വായിക്കുന്ന ആ ടൈമിങ് ഏതാണോ അതനുസരിച്ചാണ് അത് വരുന്നത്. അപ്പം നിങ്ങൾ വായിക്കുക, നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം സ്ലോ ചെയ്യുക, അതിനുശേഷം ശകലം സ്പീഡൊക്കെ എടുക്കാം. ഏതാ ഇങ്ങനെ. അപ്പോൾ ഒക്കുന്നത്ര സ്പീഡിൽ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നതും വരെ ഞാൻ അജയകുമാർ ജി നിങ്ങളോട് തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. ബൈ ബൈ.